അനിത ഭയത്തോടെ സേതുവിനെ നോക്കി. ഇവർ ഇതൊക്കെ അറിഞ്ഞോ എന്ന പോലെ. സേതുവിന്റെ ചുവന്ന കണ്ണുകൾ മുത്തശ്ശനിലാണ്. വാമി ഭയത്തോടെ അടുത്തുനിന്ന് സൗദാമിനിയുടെ കയ്യിൽ പിടിച്ചതും അവർക്ക് ഒരാശ്വാസം പോലെ വാമിയെ തട്ടിക്കൊടുത്തു സുധ. ഇതെല്ലാം കണ്ടാൽ വാമിക്ക് ഇനി വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്ന് സൗദാമിനി ഭയന്നു. അപ്പോൾ വിദ്യയെ അസംബന്ധം പറയരുത്. നിന്റെ നാക്കിന് കുറച്ച് നീളമുണ്ടെന്ന് പറഞ്ഞ് അത് പ്രയോഗിക്കേണ്ടത് ഇവിടുത്തെ കുട്ടികൾക്ക് നേർക്കല്ല. മുത്തശ്ശിയുടെ കടുത്ത സ്വരം മകൾക്ക് നേരെ ഉയർന്നു. അയ്യോ, അപ്പൊ അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ പ്രിയ മരുമകളുടെ ചരിത്രം? ഇവൾക്ക് ഭ്രാന്താണമ്മേ. 1-2 കൊല്ലം ഡോക്ടർ മേനുവിന്റെ കീഴിൽ ചികിത്സയിലായിരുന്നു ഇവൾ. അതും നല്ല മുഴുത്ത വട്ടിന്. എന്താ, വിശ്വാസം വന്നില്ലേ? എങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക്. വിദ്യ ചീറിയതും മുത്തശ്ശിയുടെ കണ്ണുകൾ ശേഖരവർമ്മയിലേക്ക് നീണ്ടു. എന്താ ഞാനീ കേൾക്കുന്നത്? ചൈത്രയ്ക്ക് സുഖമില്ലേ? അവർ ചോദിച്ചതും മുത്തശ്ശൻ ഒരു നിമിഷം പതറി. ഭാര്യ ചോദിച്ചതിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ അയാളുടെ നാവ് പൊന്തിയില്ല. മിണ്ടാതെ നിൽക്കുന്ന അയാളെ കണ്ടതും സേതുവിന്റെ പല്ലുകൾ അരിശത്തിൽ ഞെരിഞ്ഞു. ചിത്തുവിന്റെ ദേഹം വിറച്ചു. അത് ശിവയ്ക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ നേരെ ശിവ ചെന്നതും വൈഭവിന്റെ മുത്തശ്ശിക്ക് വേണ്ട ഉത്തരം ഞാൻ പറയാം. സേതുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു. എന്റെ കുഞ്ഞിന് താങ്ങാനാകാത്ത ഒരു വിഷമം ഉണ്ടായി. അതും അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളിൽ നിന്ന്. അന്ന് അതിന്റെ വേദന അവളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അതാ ചൈത്രയ്ക്ക് പറ്റിയേ. അവളുടെ ആ അസുഖത്തിന്റെ കാര്യം ശേഖരവർമ്മ സാറിനോട് വിവാഹത്തിന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചുവന്ന മുഖത്തോടെ സേതു പറഞ്ഞു നിർത്തി. തലയ്ക്ക് വെളിവില്ലാത്ത പെണ്ണിനെ ഞങ്ങളുടെ ചെറുക്കന് കെട്ടിച്ചു കൊടുത്തതും പോരാ, നിന്ന് ന്യായം പറയുന്നു. അമ്മ കേൾക്കുന്നില്ല ഇതൊന്നും? അവർ സമ്മതിച്ചു അവളുടെ അസുഖം. ഇപ്പൊ മനസ്സിലായോ ഇവൾ ചെയ്തതൊക്കെ സ്വബോധത്തോടെ അല്ലെന്ന്? ഇങ്ങനെയുള്ളവളെ എങ്ങനെ ഈ വീട്ടിൽ നിർത്തും? ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവൾ നമ്മുടെ അനിയുടെ നേരെ കത്തി ഓങ്ങില്ലെന്ന് ആര് കണ്ടു? കിട്ടിയ അവസരം നല്ലതുപോലെ മുതലാക്കി വിദ്യ നിന്ന് പുലമ്പി. മുത്തശ്ശിയുടെ ഉള്ളു കലങ്ങി മറിയുകയായിരുന്നു. ആരുടെ വാക്ക് കേൾക്കണം, ആരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ഓർത്തു അവർ ആദിയായി. ശിവ, പോവാ. എനിക്ക് പറ്റുന്നില്ലടി. ശിവയുടെ കൈകളിൽ പിടിമുറുക്കി വല്ലാതെ വിറച്ചുകൊണ്ട് ചൈത്ര പറഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട് ശിവയുടെ നെഞ്ചു നീറി. അപ്പച്ചി, മതി നിങ്ങളുടെ വിസ്താരം. നിങ്ങൾ പറഞ്ഞതൊക്കെ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത് നിങ്ങളെ പേടിച്ചിട്ടല്ല. ചിത്തുവും ഞാനും എന്റെ അച്ഛയുമൊക്കെ എന്തോ മറച്ചു വെച്ചെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പുലമുന്നുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയോ? ഇല്ല. ആരും ആരെയും പറ്റിച്ചിട്ടോ കള്ളം പറഞ്ഞിട്ടോ അല്ല ഇവിടെ നിൽക്കുന്നേ. അവകാശപ്പെട്ടവർക്ക് എല്ലാം അറിയാം. ഇനിയും വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങളോട് ന്യായവിസ്താരം നടത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കേട്ടല്ലോ? വാ കീറി പറഞ്ഞു കൊണ്ടിരുന്നവൾക്ക് നേരെ വിരൽ ചൂണ്ടി കോപത്തിൽ പറഞ്ഞു. അവരെ തള്ളി മാറ്റി ചിത്തുവിനെയും കൊണ്ട് പോകാൻ തുടങ്ങി ശിവ. എന്റെ മോളെ കൊല്ലാൻ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകാതടി. ചൈത്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വിദ്യ. ശിവ നിന്ന് വിട്ടുപോയവൾ അവർക്ക് മുന്നിൽ ചെന്ന് നിന്നു. എന്റെ കൊച്ചിനെ തൊട്ട നിന്നെ ഞാനെന്ന് ചൈത്രയ്ക്ക് നേരെ അവർ കൈ ഓങ്ങിയതും അവളുടെ ദേഹത്ത് തൊട്ടാൽ നിങ്ങളെ ഞാൻ. ഇടിമുഴക്കം പോലെ അനിരുദ്ധന്റെ ശബ്ദം അവിടെ ഉയർന്നു. അടിക്കാൻ ഉയർത്തിയ വിദ്യയുടെ കൈ പിടിച്ചു നിർത്തിയ പോലെ വായുവിൽ നിന്നു. ആ ശബ്ദത്തിൽ വിറച്ചു പോയവർ നോക്കിയതും കണ്ടു ചുവന്നു കയറിയ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന അനിരുദ്ധിനെ. അവന്റെ മുഖത്തെ ഉഗ്രകോപം കാണാൻ വിദ്യയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അനിയെയും അവനരികെ തന്നെ കലിപ്പിൽ നിൽക്കുന്ന വൈഭവിനെയും കണ്ട ശിവയുടെ ഉള്ളു തണുത്തു. അവൾക്ക് മാത്രമല്ല, ഇരുവരുടെ വരവ് സേതുവിനും അനിതയ്ക്കും അപ്പുവിനും ആദിക്കുമെല്ലാം ആശ്വാസമായിരുന്നു. അനി മുന്നോട്ട് നടന്നതും കൈകൾ പിണച്ചു കെട്ടി വൈഭവ് അവിടെ തന്നെ നിന്നു. ഇത് തീർക്കേണ്ടത് ഏട്ടനാണെന്ന് അവന് തോന്നി. മോനെ അനി, ഇവൾക്ക് ഭ്രാന്താ. ഇവൾ നമ്മുടെ അഞ്ജലിയെ കൊല്ലാൻ നോക്കി. ഈ പെണ്ണ്. ഇത്തിരി പതർച്ചോടെയാണെങ്കിലും വിദ്യ പറഞ്ഞൊപ്പിച്ചു. വൈഭവിനെ പോലെയല്ല അനി. കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാവും എന്നൊരു തോന്നൽ അവരിലുണ്ടായിരുന്നു. വിദ്യ പറഞ്ഞത് പാടെ അവഗണിച്ചുകൊണ്ട് അനി നേരെ ചെന്നത് അവന്റെ പെണ്ണിന്റെ അരികെയായിരുന്നു. ചിത്തു മോളെ. വിറച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കുഞ്ഞു നിൽക്കുന്നവരുടെ തോളിൽ കൈവച്ചവൻ വിളിച്ചതും കേട്ടാ. അടുത്ത നിമിഷം ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു അവൾ. ഞാനല്ല. കിടുകിട വിറച്ചുകൊണ്ട് അവനെ തള്ളി പിടിച്ചു പദം പറഞ്ഞു പൊട്ടിക്കരഞ്ഞു ചിത്തു. അത് കാണെ അനിയുടെ നെഞ്ചു പൊട്ടി. അവൻ ഇരുകൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു തന്റെ പെണ്ണിനെ. ഈ കാഴ്ച കണ്ട് വിദ്യയുടെ മുഖം ഇരുണ്ടു. എന്തേലും ചെയ്തില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് അവർക്ക് മനസ്സിലായി. മോനെ അനി, ഇതൊക്കെ അവളുടെ അടവാടാ. ദേ ഇവിടെ നിൽക്കുന്നവരെല്ലാം കണ്ടതാ ഇവൾ അഞ്ജലിയുടെ സാരിയിൽ തീയിട്ടത്. സമയത്ത് നമ്മൾ ഓടിച്ചെന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇല്ലേ ഈ ഭ്രാന്തി കൊന്നേനെ എന്റെ മോളെ. നിർത്താനാ നിങ്ങളോട് പറഞ്ഞേ. വിദ്യ വീണ്ടും പറഞ്ഞു തുടങ്ങിയതും ഉഗ്രകോപത്തോടെ അനി അലറി. ഇനി ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്. എന്റെ ഭാര്യയ്ക്ക് നേരെ കിടന്ന് ഇങ്ങനെയൊക്കെ പുലമ്പാൻ നിങ്ങൾ ആരാ? ഇനിയും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അമ്മായി എന്ന സ്ഥാനം മറക്കും ഈ അനി. അനി, അവളോട് നീ ചൂടാകണ്ട. വിദ്യ പറഞ്ഞത് ശരിയാ. നിനക്കറിയാഞ്ഞിട്ടാ മോനെ. ചൈത്രമോൾക്ക് ഇത്തിരി മാനസിക പ്രശ്നമുണ്ട്. അവളാണ് അഞ്ജലിയുടെ ദേഹത്ത് തീയിട്ടെ. വിദ്യയ്ക്ക് നേരെ ചീറിയ അനിയോട് മുത്തശ്ശി പറഞ്ഞു. എന്റെ പെണ്ണിന് മാനസിക പ്രശ്നമുണ്ടേൽ അതിന് കാരണക്കാരൻ മറ്റാരുമല്ല മുത്തശ്ശി, ഞാനാ. ഈ നിൽക്കുന്ന ഞാൻ കാരണമാ ഇവളുടെ മനസ്സ് പിടിവിട്ടു പോയത്. അറിയുവോ?
ചുവന്നു കയറിയ കണ്ണുകളിൽ നീർത്തിളക്കത്തോടെ അനി പറഞ്ഞത് മുത്തശ്ശി നടുങ്ങിപ്പോയി. മുത്തശ്ശി മാത്രമല്ല, ശിവയും വൈഫവും സേതുവും അനിയും ഒഴികെ അവിടെ കൂടി നിന്നവർക്കെല്ലാം അനിയുടെ വാക്കുകൾ ഒരു ഞെട്ടൽ നൽകി. ആ സമയം തന്നെ മഹേന്ദ്രനും സിദ്ധുവും തിരികെ അവിടേക്ക് എത്തിയിരുന്നു. അനി, നീ എന്തായി പറയുന്നേ? മുത്തശ്ശി അവന്റെ മുന്നിലേക്ക് വന്നു ചോദിച്ചു. സത്യമാണ് പറയുന്നത് മുത്തശ്ശി, ഇതെന്റെ പെണ്ണ. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ഞാൻ എന്റെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന എന്റെ പ്രാണൻ. ശിവയുടെ ചേച്ചിയായിട്ടല്ല, അതിനൊക്കെ എത്രയോ മുന്നേ എനിക്കറിയാം ഇവളെ എന്റെ മാത്രമായിട്ട്. നെഞ്ചിൽ മുഖം ചേർത്ത് ഏങ്ങുന്ന പെണ്ണിനെ ഒന്നുകൂടി ഇറുക്കി അണച്ചു അനി മുത്തശ്ശിയോട് പറഞ്ഞു. ഓർമ്മയുണ്ടോ മുത്തശ്ശിക്ക് അന്ന് തേനിക്കപ്പുറമുള്ള നമ്മുടെ തോട്ടം നോക്കാൻ മുത്തശ്ശൻ എന്നെ വിട്ടത്? അന്ന് അവിടെ പോയിട്ട് വന്ന് തിരികെ പോകാൻ നിന്ന ദിവസം ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞില്ലേ, എന്റെ അടുത്ത വരവിൽ എനിക്കൊപ്പം കൈപിടിച്ചുകൊണ്ട് എന്റെ മല്ലിപ്പൂവും കൂടെ കാണുമെന്ന്? അതിവളായിരുന്നു മുത്തശ്ശി, എന്റെ വായാടി പെണ്ണ്, ഞാൻ സ്നേഹിച്ച ചൈത്ര. അനി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ വെളിപ്പെടുത്തലുകൾ കേൾക്കെ വിദ്യ നാവിറങ്ങിയ പോലെ നിന്നു. ചേച്ചിയെ അനിയെ കൊണ്ട് കെട്ടിച്ചു ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ശിവാമിയുടെ മനസ്സിലിരിപ്പാണെന്നാണ് ഇത്രനാൾ വിചാരിച്ചത്. മോനെ അനി, ഈ കുട്ടിയാണ് നീ സ്നേഹിച്ചതെങ്കിൽ അവിടെ ആ നാട്ടിലെ കുട്ടി എങ്ങനെയാ സേതുവിന്റെ മകളായത്, അനാഥയായത്? അതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ മുത്തശ്ശി, ഒക്കത്തിനും ഞാനാ കാരണം. പൊന്നുപോലെ പരിശുദ്ധമായ എന്റെ പെണ്ണിനെ പ്രണയിച്ചിട്ട് ഒടുവിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരിക്കലും ചെയ്യരുതാത്ത തെറ്റ് ഞാൻ ഇവളോട് ചെയ്തു. അതിന്റെ ഫല എനിക്കിവളെ നഷ്ടമായത്. എന്റെ പെണ്ണിന് അവളുടെ മനസ്സടക്കം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വലിയ നഷ്ടം അന്നുണ്ടായി. അതിന് കാരണക്കാരൻ ഞാൻ മാത്രം. തൊണ്ടയിടറി അവൻ മുത്തശ്ശിയോട് മറുപടി പറഞ്ഞതും കൈകളിൽ നിന്നകന്നുപോയ ആ കുഞ്ഞു ജീവന്റെ ഓർമ്മയിൽ ചിത്തുവിന്റെയും നെഞ്ചു പൊട്ടി. നിറഞ്ഞു വന്ന കണ്ണീരിനെ കൈകൾ കൊണ്ട് തുടച്ചു ശിവയും. മതിയേട്ട, ഇനി ഒന്നും പറയണ്ട. ചിത്തു ഏങ്ങലോടെ അവനെ മുറുകെ പിടിച്ചു പറഞ്ഞതും അനി അവളെ നോക്കി. കരഞ്ഞു തളർന്നു അവന്റെ നെഞ്ചിൽ കിടക്കുന്നവൾക്ക് ഇനി ഒന്നിനുമില്ല കരുത്തില്ല എന്ന് അവന് മനസ്സിലായി. അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങവേ പെട്ടെന്നൊന്ന് തിരിഞ്ഞു. പിന്നെ ഒരു കാര്യം, ബോധത്തോടെയോ അല്ലാതെയോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്തവള എന്റെ പെണ്ണ്. അവൾ അഞ്ജലിയെ ഉപദ്രവിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോൾ ഇവിടെ നടന്നതിന്റെ സത്യകഥ ആരാണെന്ന് വെച്ചാ പറഞ്ഞോ. പിന്നെ ഇനി എന്റെ പെണ്ണിനെ ഒരു വാക്ക് കൊണ്ട് പോലും ആരെയും നോവിപ്പിച്ചാൽ അന്ന് യഥാർത്ഥ ഭ്രാന്ത എന്താണെന്ന് ഈ അനിരുദ്ധിൽ നിന്ന് നിങ്ങൾ കാണും, ഓർത്തോ. കത്തുന്ന കണ്ണുകളോടെ അവിടെ കൂടി നിന്നവരെ നോക്കി പറഞ്ഞിട്ട് അവൻ പോയതും ഉമിനീരിറക്കിപ്പോയി വിദ്യയും അഞ്ജലിയും. അവർ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനിരുദ്ധിനെയാണ് അപ്പോൾ കണ്ടത്. ഇപ്പൊ മനസ്സിലായോ അംബികാമ്മേ, പ്രശ്നം എന്റെ മക്കൾക്കായിരുന്നില്ലെന്ന്. ഈ തറവാട്ടിലെ ആണുങ്ങൾ ചെയ്ത പോലത്തെ പാപമൊന്നും ആരും ചെയ്തിട്ടില്ല. അതിയായ ദേഷ്യത്തിൽ മുത്തശ്ശിയെയും മുത്തശ്ശനെയും നോക്കി സേതു പറഞ്ഞതും ഇരുവരുടെയും മുഖം കുനിഞ്ഞു. അയാളുടെ ആ വാക്കുകൾ ഉള്ളിലേക്ക് തളച്ചു കയറിയത് മഹേന്ദ്രനിലായിരുന്നു. ഇതിനു മുന്നേയും സേതു ഇതുപോലെ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. സേതുവിന് ഇനി പഴയ കാര്യങ്ങൾ എന്തേലും അറിയുമോ? പക്ഷേ എങ്ങനെ? മഹേന്ദ്രന്റെ ഉള്ളം ആ നിമിഷം ചോദിച്ചുപോയി. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ലെന്ന് കണ്ട കാർത്തിക പയ്യെ അവിടെ നിന്ന് വലിയാൻ തുടങ്ങിയതും കാർത്തികേ, ആ മുറിയിൽ തട്ടി ജ്വലിക്കുന്ന പോലെ വൈഭവന്റെ വിളി ഉയർന്നു. കാർത്തിക അടക്കം അവിടെ കൂടി നിന്നവരൊക്കെ അവനെ ഞെട്ടി നോക്കി. ഇവിടെ വാടി. ഗൗരവം നിറഞ്ഞ അവന്റെ വിളി വന്നത് ഉമിനീരിറക്കി വിറയലോടെ അവൾ അവന്റെ മുന്നിൽ ചെന്ന് നിന്നു. എന്താ ഏട്ടാ? വിറച്ചുകൊണ്ടുള്ള ചോദ്യം. ആരാ അഞ്ജലിയുടെ സാരിക്ക് തീയിട്ടത്? കാർത്തികയുടെ പിടയ്ക്കുന്ന കണ്ണുകൾ തന്നെ നോക്കി അവൻ ചോദിച്ചതും കാർത്തു ഒന്ന് ചുറ്റും നോക്കി. പറയടി. പല്ല് ഞെരിച്ചുകൊണ്ട് വൈഭവ് വീണ്ടും അലറി. അത് ചൈത്ര. കീഴോട്ട് നോക്കിക്കൊണ്ട് വിക്കി വിക്കി അവൾ പറഞ്ഞു മുഴുവിക്കും മുന്നേ കവളത്ത് അടി വീണവൾ നിലം പതിച്ചു. അയ്യോ എന്റെ മോളെ! അലറി വിളിച്ചുകൊണ്ട് വൃന്ദ ഓടി വന്നതും ഒറ്റ നോട്ടത്തിൽ അവരെ നിർത്തിച്ചു കളഞ്ഞു വൈഭവ്. നിലത്ത് വീണ് കിടക്കുന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കാർത്തികയുടെ മറുകരണത്തും വീണ്ടും വൈഭവിന്റെ കൈ പതിഞ്ഞു. അയ്യോ ഏട്ടാ, ഇനി തല്ലല്ലേ. വിദ്യ വല്യമ്മയും അഞ്ജലി ചേച്ചിയും ഒക്കെ പറഞ്ഞിട്ടാ ഞാൻ കൂടെ നിന്നത്. അഞ്ജലി ചേച്ചി തന്നെയാ സാരിക്ക് തീ വെച്ചത്, അല്ലാതെ ഞാനല്ല. ഞാൻ ആ ലൈറ്റർ ചൈത്രയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തതേയുള്ളൂ. മൂക്കിൽ നിന്ന് ചോര ചാടിയ കാർത്തിക കൈകൾ കൂപ്പി വൈഭവിനോട് കരഞ്ഞു പറഞ്ഞതും പടക്കം പൊട്ടും പോലൊരു ശബ്ദം അവിടെ കേട്ടതും ഒരുമിച്ചായിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറും പോലൊരു അടി കിട്ടിയ അഞ്ജലി വലത് കവൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് ശരീരം ഒന്നാടി നോക്കവേ കണ്ടു മുന്നിൽ തിളച്ചു മറിയുന്ന കോപവുമായി നിൽക്കുന്ന പെണ്ണിനെ. അതവളുടെ വായിൽ നിന്നൊന്ന് വീഴാൻ നോക്കി നിന്നതാടി ഞാൻ, നിനക്കിട്ട് പൊട്ടിക്കാൻ. ചുവന്നു നിറച്ച മുഖത്തോടെ ശിവ പറഞ്ഞു. സാക്ഷാൽ ദുർഗയെ പോലെ നിൽക്കുന്ന അവന്റെ ചാൻസി റാണിയെ കണ്ട വൈഭവിന്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു. കുറച്ചു നേരമായി അവൻ നോക്കി നിൽക്കുവാണ് പെണ്ണിന്റെ ആ അടി. ഒന്നിന് പലതവണ നിന്നോട് പറഞ്ഞതാടി, എനിക്ക് വേണ്ടപ്പെട്ടവരുടെ മേലെ നിന്റെ കറുത്ത കണ്ണ് പതിയരുതെന്ന്. കേട്ടില്ല നീ. മാണിക്യമംഗലത്തെ കൊച്ചുമകൾ എന്ന പേര് വലിയ മിടുക്കാക്കി വെച്ചുകൊണ്ട് എന്തു ചെയ്യാമെന്ന് നിന്റെ ഹുങ്ക്. അതിന് എടുത്തു പോകരുതടി.
ഉറഞ്ഞു തുള്ളി വന്ന കോപത്തോടെ പറഞ്ഞുകൊണ്ട് അഞ്ജലിക്ക് നേരെ വീണ്ടും കൈഓങ്ങിയതും മതി മോളെ. മുത്തശ്ശൻ അവളെ തടഞ്ഞു. എന്തിനാ മുത്തശ്ശ ഇപ്പൊ കുഞ്ഞേടത്തിയെ തടയുന്നേ? ഇത്രയും നേരം ഒരു പാവത്തിന് എല്ലാരും ചേർന്ന് ഇല്ലാത്തതെല്ലാം പറഞ്ഞപ്പോൾ മുത്തശ്ശൻ മിണ്ടാതിരുന്നില്ലേ? ആദി, അച്ഛനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ആദിക്ക് നേരെ ദേഷ്യത്തിൽ ശബ്ദിച്ചു മഹി. ശിവയ്ക്ക് പുച്ഛം തോന്നി. കൊള്ളാം, ഇത്തിരിയില്ലാത്ത ഇവൾക്കുള്ള പക്വത പോലും ഉണ്ണിയേട്ടന്റെ അച്ഛനില്ലാതെ പോയല്ലോ, കഷ്ടം. ദേഷ്യം നിറഞ്ഞ പുച്ഛത്തോടെ മഹിയെ നോക്കി ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു മാറി. മഹേന്ദ്രന്റെ മുഖം താണു. തനിക്കടുത്തൂടെ നടന്ന് അകത്തേക്ക് പോകാൻ തുനിഞ്ഞവളുടെ കയ്യിൽ പിടിച്ചു അരികെ നിർത്തി വൈഭവ്. ഷോ കഴിഞ്ഞെങ്കിൽ അമ്മായിമാർ രണ്ടു മക്കളെയും വാരിയെടുത്ത് ഇറങ്ങിക്കോ ഇവിടുന്ന് ഇപ്പോ. ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈഭവ് പറഞ്ഞതും അത്രയും നേരം തല കുമ്പിട്ട് വാ തുറക്കാതെ നിന്ന വിദ്യ ഞെട്ടലോടെ നോക്കി. എന്താ നീ പറഞ്ഞത്? വിദ്യ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് ചെന്നതും ഉണ്ണി പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലായില്ലേ എൻ്റെ മക്കൾക്ക്? എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളതെല്ലാം എടുത്തോ ഇപ്പോ. ഈ നിമിഷം ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കോണം എന്ന്. വൈഭവ് പറഞ്ഞതിൻ്റെ ബാക്കിയായി വിദ്യയ്ക്ക് മുന്നിലേക്ക് കയറി നിന്ന് പറഞ്ഞത് മുത്തശ്ശിയായിരുന്നു. അമ്മേ, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. വിദ്യയുടെ വിളി ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു മുത്തശ്ശി. അച്ഛനും ആൺമക്കളും കൂടി ഒരുപാട് നോവ് ഒരിക്കൽ തന്നിട്ടുള്ളതാ എനിക്ക്. ഇപ്പൊ നീയും. അഹന്തയും തന്നിഷ്ടവും കൂടുതലാണെങ്കിലും സ്വന്തം മക്കളെ കരുവാക്കി നീ കുടുംബത്തിൽ കയറി പണിയുമെന്ന് ഞാൻ വിചാരിച്ചില്ലടി. ആഠ്യത്വവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന മാണിക്യമംഗലത്തെ ആദ്യ പെൺതരി. നീ ഇത്ര ദുഷിച്ചവളാണെന്ന് ഞാൻ അറിയാതെ പോയി. ഇനിയും നിന്നെ ഇവിടെ നിർത്തിയാൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമാകും അത്. അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം നീയും നിന്റെ മകളും. അത്യധികം ദേഷ്യത്തോടെ അംബിക മകളോട് പറഞ്ഞതും വിദ്യ എന്തോ പറയാനായി വീണ്ടും ആഞ്ഞതും വേണ്ട, അടിച്ചിറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ പറഞ്ഞതൊക്കെ കുറച്ചു നേരത്തേക്കാണെങ്കിൽ ഞാനും വിശ്വസിച്ചു പോയി. അപ്പോ തെറ്റുകാരിയാണെന്ന് ഞാനെന്ന് എനിക്കും തോന്നുക. അതുകൊണ്ട് നിന്നെ ഞാൻ തൊടുന്നില്ല. പക്ഷേ ഇനിയും ഇവിടെ നിന്ന് വാ തുറക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിന്നെ ഇറക്കും ഞാൻ. പ്രായവും ബന്ധവുമൊക്കെ മറക്കാൻ അവരോട് പറയും ഞാൻ, കേട്ടോ? കത്തുന്ന കണ്ണുകളോടെ ഒരിക്കൽ കൂടി വിദ്യയ്ക്ക് നേരെ അലറിയിട്ട് മുത്തശ്ശി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. മുത്തശ്ശിക്ക് പിറകെ അവിടെ കൂടി നിന്നവർ ഓരോരുത്തരായി പിരിഞ്ഞതും ആ ഹാളിൽ വിദ്യയും അഞ്ജലിയും മാത്രം അവശേഷിച്ചു. പെണ്ണെ. നെഞ്ചിൽ മുഖമമർത്തി തന്നെ ഏങ്ങുന്നവളെ തലയിൽ തലോടി അനി വിളിച്ചതും എന്തോ ഓർത്തെടുത്തതുപോലെ അവന്റെ നെഞ്ചിൽ നിന്ന് അടർന്നു ചിത്തു. ഞാൻ പോവുക. എനിക്ക് ഇവിടുന്ന് പോണം. എൻ്റെ അച്ഛൻ്റെ അരികെ പോണം. ഞാൻ പോവുക. ചാടി എഴുന്നേറ്റ് വെപ്രാളത്തോടെ, അതിലുപരി വല്ലാത്ത ഭയത്തോടെ അവൾ പുലമ്പി. ഞാൻ ഇനി നിൽക്കില്ല ഇവിടെ. എനിക്ക് പറ്റില്ല. അവൾ അവനെ വിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും പെണ്ണിനെ പിറകിൽ നിന്ന് ഇറുക്കി വട്ടം പിടിച്ചു അനി. എന്നിൽ നിന്ന് ഇനിയും ഓടിപ്പോവുകയാണോ പെണ്ണെ? അതിന് ഞാൻ സമ്മതിക്കില്ല. അവളുടെ തോളിൽ മുഖം മുട്ടിച്ചു അവൻ പറഞ്ഞു. എന്നെ വിട്ടേക്ക് അനിയേട്ടാ. അവര് പറഞ്ഞതൊക്കെ ശരിയാ. എനിക്ക് ചിലപ്പോൾ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ എന്തേലും ചെയ്തു പോവും. പൊട്ടിക്കരഞ്ഞു ചൈത്ര. ഇല്ലടി, ഒരിക്കൽ നിന്നെ വിട്ട് കളഞ്ഞതാ. ഇനിയും ഞാൻ അങ്ങനെ ചെയ്യൂടി പെണ്ണെ. എൻ്റെ അല്ലേടി നീ. എനിക്ക് വേണം. നിന്നെ ഇനിയെന്നും വിട്ടിട്ട് പോകുമെന്ന് മാത്രം പറയല്ലേ പെണ്ണെ. ചത്തുപോകൂടി ഞാൻ. തൊണ്ടയിടറി പറയുന്നതിനൊപ്പം തൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ഇറുക്കി പിടിച്ചു അനിരുദ്ധ് അവൻ്റെ പെണ്ണിനെ. ഒരിക്കലും ഇനി വിട്ടുകളയില്ലെന്ന പോലെ. അവൻ്റെ വാക്കുകൾ ആ പെണ്ണിൻ്റെ ഉരുകുന്ന നെഞ്ചിൽ കൊണ്ട് തട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. അവനിൽ നിന്ന് കുതറി മാറാനുള്ള അവളുടെ ബലം കുറഞ്ഞതും അടുത്ത നിമിഷം അവളെ ഒറ്റ കറക്കിന് വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു അനി. പരസ്പരം പുണർന്നു പൊട്ടിക്കരയുമ്പോൾ ഇതുവരെയും ഇന്നേ വരെ അനുഭവിച്ച വേദനയ്ക്ക് ഒരാശ്വാസമാവുകയായിരുന്നു. ഡോക്ടറെ. വൈഭവിൻ്റെ രോമാവൃതമായ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് വട്ടം വരച്ചവൾ പതിയെ വിളിച്ചു. രാത്രി പ്രിയപ്പെട്ടവന്റെ പ്രണയം സ്വീകരിച്ച് ആ പ്രണയവീഴ്ചയിൽ കിടക്കുകയായിരുന്നു ശിവയും അവളുടെ ഡോക്ടറും. വൈഭവ് മെല്ലെ മൂളി. എന്താ ഉറങ്ങാത്തത്? നീ വാ അടയ്ക്കാത്തത് കൊണ്ട്. തല ഒന്ന് പൊക്കി ചോദിക്കുന്നവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു അവൻ. അത് കേൾക്കെ ശിവയുടെ മുഖം കൂർത്തു. അവൾ അവന്റെ നെഞ്ചിൽ ആഞ്ഞൊന്ന് കടിച്ചു. നൊന്തോ? ഇല്ല, പക്ഷേ ഞാൻ നോവിക്കും. ഹസ്കി വോയിസിൽ അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു അവൻ പറഞ്ഞതും പെണ്ണിന്റെ ചുവന്ന കവിളുകൾ കൂടുതൽ വർണ്ണമാകാൻ തുടങ്ങി. കടുവ. തന്റെ മുഖത്തെ നാണം അവൻ കാണാതെ മറച്ച് ചുണ്ട് ചുളുക്കി പറഞ്ഞുകൊണ്ട് നേരെ കിടക്കാൻ തുടങ്ങി ശിവ. എങ്ങോട്ടാടി ആർച്ചെ നിരങ്ങിപ്പോകുന്നേ? പെണ്ണിനെ ഒറ്റ വലിക്ക് പിടിച്ചു വലിച്ചു തന്റെ നെഞ്ചിലേക്കിട്ടു വൈഭവ്. ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയതല്ലേ, അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇടുന്നോ? ദുഷ്ടനല്ല ആമി, കടുവ. കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിന്റെ ചെഞ്ചുണ്ടിനെ ചെറുതായൊന്ന് കടിച്ചു വിട്ടു വൈഭവ്. ശിവയുടെ മുഖമെല്ലാം നാണത്തല ചുവന്നു നിറഞ്ഞെങ്കിലും വലിയൊരു ഗൗരവം എടുത്തു പിടിച്ചവയെ മറച്ചു പെണ്ണു. പറ ആമി. മിണ്ടാതെ കിടക്കുന്നവളെ നോക്കി വിളിച്ചു വൈഭവ്. അമ്മായിമാരും കൂട്ടരുമൊക്കെ ഇന്ന് പോയത് ഒരാശ്വാസമായെങ്കിലും അവൾ പോയതാ ഒരു സങ്കടം. അവൾ ഇറങ്ങിയപ്പോൾ ആദിയുടെ മുഖമൊന്ന് കാണണമായിരുന്നു.
ചെക്കന് ഒത്തിരി വിഷമമായി. അത് കണ്ടപ്പോൾ എനിക്കും എന്തോ പോലെയായി. വിദ്യമ്മയുടെ വീട് ഇവിടുന്ന് വലിയ ദൂരമില്ലല്ലോ. ആരതി ഇടയ്ക്ക് വന്നോളും ഇങ്ങോട്ട്. ഇല്ലേ ആ പൊട്ടൻ അവരുടെ വീടിന്റെ മതിൽ ചാടിക്കോളും. വൈഭവ് പറഞ്ഞത് കേട്ട് ശിവ ഒന്ന് ചിരിച്ചുപോയി. പെട്ടെന്ന് അവൾക്ക് എന്തോ കത്തി. ഉണ്ണിയേട്ടാ. ശിവ അവനെ സൂക്ഷിച്ചു നോക്കി വിളിച്ചു. എന്താടി? അപ്പോ അപ്പുമോൾക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടമാണെന്ന കാര്യവും ഡോക്ടർക്ക് അറിയാം അല്ലേ? പെണ്ണ് ചോദിച്ചതിന് ഉത്തരമായി മൂളുന്നതിനോടൊപ്പം അവന്റെ ചുണ്ടുകളും ഒന്ന് വിടർന്നു. കള്ളാ, അപ്പോ എല്ലാം കാണുന്നും അറിയുന്നും ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട കണ്ണുകൾ കോർപ്പിച്ചവൾ ചോദിച്ചതും ഭംഗിയായി ഒന്ന് പൊട്ടിച്ചിരിച്ചു വൈഭവ്. അവനെ കാണുമ്പോൾ വിടരുന്ന അപ്പുവിന്റെ കണ്ണുകളും അവനോട് മാത്രമുള്ള അവളുടെ കുറുമ്പുകളും ഒക്കെ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെയുള്ള സിദ്ധുവിന്റെ പിന്മാറ്റം കണ്ടപ്പോൾ തോന്നി അവനും ഇതെല്ലാം അപ്പുവിന്റെ കളിതമാശയായിട്ടേ കാണുന്നുള്ളൂ എന്ന്. പക്ഷേ ഐ നോ ഷീസ് മീൻ സംതിങ് സ്പെഷ്യൽ ടു ഹിം. അപ്പു അവനെ ആരാണെന്ന് അവന്റെ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ടാമേ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ എന്റെ കുട്ടിയെ വേദനിപ്പിച്ചു ഡോക്ടറുടെ കൂട്ടുകാരൻ. അത് ഞാൻ സഹിക്കില്ല. ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയണം. ഇല്ലെന്ന്. ഇതൊന്നും പറയാതെ എന്റെ കുട്ടിയെ ഇങ്ങനെ ഇട്ട് തട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എന്റെ ഉണ്ണിയാർച്ച കാര്യമായിട്ട് എന്തോ കണക്ക് കൂട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ പെണ്ണിന്റെ പ്ലാൻ? കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് അവൻ പെണ്ണിന് അഭിമുഖമായി കിടന്നു. എന്നോടുള്ള പ്രേമം പറയാൻ തന്നെ വർഷങ്ങളെടുത്തില്ലേ ഡോക്ടർക്ക്? അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനെ അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. പ്ലാൻ എന്താണെന്ന് പറ്റുമെങ്കിൽ പോയി കണ്ടുപിടിക്കടോ കടുവേ. തന്റെ മേലേക്ക് ചാഞ്ഞു കിടക്കുന്നവന്റെ പുറമേനിൽ ഒന്ന് അമർത്തിപ്പിച്ച് കുറുമ്പോടെ ശിവ പറഞ്ഞതും ഝാൻസി റാണി എന്ന് വശ്യമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമാറിലേക്ക് തന്റെ മുഖം അമർത്തി വൈഭവ്. ഒന്ന് ഏങ്ങി വലിച്ചവൾ ഇരു കൈകൾ കൊണ്ടും അവനെ ഇറുകിപ്പുണർന്നു. വലിയ ഒച്ചയും ബഹളങ്ങളൊന്നും ഒന്നുമില്ലാതെ കുറച്ചു ദിവസങ്ങൾ മുന്നോട്ട് ഓടിപ്പോയി. അനിയും ചിത്തുവും കൂടുതൽ അടുത്തു. പഴയ പ്രണയിതരെ പോലെ അല്ലെങ്കിലും പരസ്പരമുള്ള അകൽച്ചകളിൽ നിന്ന് ഒരുപാട് മാറി ഇരുവരും. ഹോസ്പിറ്റലിൽ നടന്ന തിരിമറികൾ പിടിച്ചതോടെ നരേന്ദ്രനെ സൗപർണികയുടെ ബോർഡ് മെമ്പേഴ്സ് സ്ഥാനത്ത് നിന്നും ആനന്ദിനെ ഹോസ്പിറ്റലിൽ നിന്നും പിരിച്ചുവിട്ടു. മീരയ്ക്ക് ബോണ്ട് ഉള്ളതിനാൽ അവൾ ഇപ്പോഴും ഹോസ്പിറ്റലിലുണ്ട്. ഭർത്താവും അച്ഛനും ചെയ്തത് തന്റെ അറിവോടെയല്ല എന്ന് ബോർഡ് മെമ്പേഴ്സിനോട് അവൾ പറഞ്ഞു. കൂട്ടത്തിലുണ്ടായ വലിയ വിശേഷം ആദിയുടെയും അപ്പുവിന്റെയും റിസൾട്ട് വന്നു. ആദിക്ക് 5 A+ഉം 1 Aയും. അപ്പൂട്ടന് ഫുൾ A+ ആണ്. അതിന്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു എല്ലാവരും മാണിക്യമംഗലത്ത്.